പബ്ലിക് എന്നുള്ള കീവേഡ് മസ്റ്റാണ്. കാരണം അത് കൊടുത്തിട്ടില്ലെങ്കിൽ പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് പബ്ലിക് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഒരു കാൽക്കുലേഷൻ കൊടുക്കുന്ന പോലെ എന്തെങ്കിലും കൊടുക്കുക. ആഡ് ഓഫ് എന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കുന്നുണ്ട്. അതിൽ എല്ലാം നമ്മൾ പബ്ലിക്കായിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇല്ലെങ്കിൽ പുറത്തേക്ക് ആക്സസ് ചെയ്യാൻ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതുപോലെ ഇത് നമ്മൾ സേവ് ചെയ്യുമ്പോൾ നമ്മളുടെ ഫോൾഡറിനകത്തേക്ക് നമ്മൾ പ്രോഗ്രാമിൻ്റെ ഫോൾഡറിനകത്തേക്ക് പോയി കഴിഞ്ഞാൽ അതിനകത്ത് നമ്മളൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യണം ആദ്യം. ഓക്കെ, അപ്പോൾ ഒരു ന്യൂവിൽ പോയിട്ടൊരു ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. ഫോൾഡറിൻ്റെ പേരെന്തായിരിക്കണം? നമ്മുടെ പാക്കേജിൻ്റെ പേരെന്താണോ കൊടുത്തത് അതേ ക്യാപിറ്റൽ ലെറ്റർ ആണെങ്കിൽ ക്യാപിറ്റൽ ലെറ്റർ, സ്മോൾ ലെറ്റർ ആണെങ്കിൽ സ്മോൾ ലെറ്ററിൽ കൊടുത്ത് സേവ് ചെയ്യുക. ഇതിനകത്തേക്ക് വേണം നമ്മുടെ ഈ ക്ലാസ്സിനെ സേവ് ചെയ്യാൻ. ഇതിൻ്റെ പേരെന്താണ്? P1 എന്നാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. P1.java എന്നാണ് സേവ് ചെയ്യുക. ഓക്കെ, P1 ഡോട്ട് കൊടുത്തില്ലേ, കാണില്ല. .java എന്ന് പറഞ്ഞിട്ട് സേവ് ചെയ്യാം. ഓക്കെ, ഇനി ഇത് ഇവിടെ കിടക്കട്ടെ. നമ്മൾ വീണ്ടും വേറൊരു നോട്ട് പാഡ് ഓപ്പൺ ചെയ്യാം. അതിൽ വേറെ പ്രോഗ്രാം ചെയ്യാം. പബ്ലിക് കൊടുക്കാം. സോറി, ഈ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ ചെയ്യാൻ പോകണം കേട്ടോ. അപ്പോൾ ഇമ്പോർട്ട് പാക്കേജിൻ്റെ പേര് pack ഡോട്ട് സ്റ്റാർ കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. പബ്ലിക് ക്ലാസ് കൊടുത്തിട്ടുണ്ട്. void sub of
z is equal to x minus y. X is equal to 10. And x is equal to 10. Y is equal to 5. Z. Okay. System out dot println itu. Okay. നമുക്കൊരു കാര്യം ചെയ്യാം. ഞാൻ ഇത് കഴിഞ്ഞിട്ട് ഇതാണ് ഡിലീറ്റ് ചെയ്തിട്ട് മറ്റേ ക്ലാസ് ഉണ്ടല്ലോ, ഈ ക്ലാസ് ആദ്യം നമ്മൾ ക്രിയേറ്റ് ചെയ്ത ക്ലാസ്സിൽ ജസ്റ്റ് ക്ലാസ് മാത്രം കൊടുക്കാം. ഇവിടെ ഈ ഇതിനെ നമുക്ക് കണ്ട് ഒഴിവാക്കാം. മെയിൻ ഫംഗ്ഷൻ ഇതിൽ നിന്ന് ഒഴിവാക്കിയിട്ട് നമുക്ക് ഇതിന് പകരം നമുക്ക് ഇത് അവിടെ കോൾ ചെയ്യുന്ന പോലെ ചെയ്ത് നോക്കാം. ഓക്കെ, P1 എന്ന് പറഞ്ഞിട്ടൊരു ക്ലാസ് മാത്രം നമ്മൾ ഇതിനകത്ത് ചെയ്തു. ആ പാക്ക് എന്നുള്ള ഫോൾഡറിനകത്തേക്ക് സേവ് ചെയ്തു. അതിൽ അഡീഷൻ ഓഫ് 2 നമ്പേഴ്സും ആണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ, ഇനി നമുക്ക് മറ്റേതിൽ പോയിട്ട് ഞാൻ ഇപ്പോൾ വേറെ ഒരെണ്ണം ഓപ്പൺ ചെയ്തില്ലേ, അതിൽ പോയിട്ട് ഇതിൻ്റെ പാക്കിനെ നമ്മൾ ഇമ്പോർട്ട് ചെയ്യുന്ന മാതിരി ചെയ്തതിൽ ഇതിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ P1 എന്ന ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്തിട്ട് അതിനെ ആക്സസ് ചെയ്ത് നോക്കാം. അങ്ങനെ ആകുമ്പോഴേ നമുക്ക് അതിനൊരു ഇത് കിട്ടുള്ളൂ. അല്ലെങ്കിൽ ഒരുപാട് ലെങ്തി പ്രോഗ്രാം നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആവണ്ട. ഇങ്ങനെ ചെയ്തിട്ട് അതിൽ ആഡ് എന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് കോൾ ചെയ്യണ മാതിരി ചെയ്ത് നോക്കാം. അപ്പോൾ കുറച്ചുകൂടെ നിങ്ങൾക്കൊരു ഐഡിയ കിട്ടും. ഇപ്പോൾ നമ്മളിപ്പോൾ എന്താ ചെയ്തെങ്കിൽ, ഒരു മിനിറ്റ് ഇതൊന്ന് സേവ് ചെയ്തോട്ടെ. നമ്മളിപ്പോൾ ജാവയുടെ ഫോൾഡറിനകത്തേക്ക് പോവുകയാണ്. ജാവയുടെ ഫോൾഡറിനകത്തേക്ക് പോയിട്ട് എന്ത് ചെയ്യാണ്, ഇപ്പോൾ നമ്മൾ ചെയ്തത് എന്തായിരുന്നു അതിൻ്റെ പേര് ഓർമ്മയിലല്ലോ, കൊടുത്തിട്ടുണ്ടോ, P2 എന്നാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ P2.java നമ്മൾ നോർമലായിട്ട് നമ്മുടെ ഫോൾഡറിനകത്ത് സേവ് ചെയ്യാം. പാക്കിനകത്തല്ല കേട്ടോ, പാക്കിൻ്റെ പുറത്ത് നമ്മൾ ഇത് സേവ് ചെയ്യാണ്. പാക്കിൻ്റെ പുറത്ത് സേവ് ചെയ്തു. എന്നിട്ട് ഇനിയിപ്പോൾ ഇത് പാക്ക് എന്നുള്ള ഫോൾഡറിനകത്ത് കിടക്കുന്നതാണ് P1 എന്ന ക്ലാസ്. ഇത് പാക്ക് എന്നുള്ള ഫോൾഡറിലല്ല, അതിന് പുറത്താണ് കിടക്കുന്നത് P2 എന്നുള്ള ക്ലാസ്. ഇനി ഇതിൻ്റെ കമ്പൈലേഷൻ ചെയ്യുമ്പോൾ നമ്മൾ ആദ്യം ജാവ സ്പേസ് ആദ്യം നമ്മൾ മറ്റേതിനെ കമ്പൈൽ ചെയ്യണം. അപ്പോൾ CD സ്പേസ്
പാക്ക് എന്നുള്ള ഫോൾഡർ നമ്മൾ ആദ്യം ഓപ്പൺ ചെയ്യുക. സി ഡി സ്പേസ് പാക്ക് എന്ന ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് ജാവ സി സ്പേസ് P1 എന്ന് ചെയ്യാം. ഓക്കെ, P1 എന്താ പറയുക, നമുക്കതിനകത്ത് ഹെഡർ ഫയൽ ഇല്ല, മെയിൻ ഫങ്ഷൻ ഇല്ല. അപ്പോൾ P1 ആർ ഓൺലി ആക്സെപ്റ്റ് ഇഫ് അനോട്ടേഷൻ പ്രോസസ്സിങ്, അങ്ങനെ ഒരു റിക്വസ്റ്റ് എറർ വരികയാണ്. ഓക്കെ, അപ്പോൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ആ പാക്കിൽ നിന്ന് എക്സിറ്റ് ആവുക. പാക്കിൽ നിന്ന് എക്സിറ്റ് ആയിട്ട് ജാവ സി സ്പേസ് P2, സോറി അത് എറർ വന്നത് നമ്മളെ സിൻടാക്സ് എററാണ്. ഒന്നും കൂടെ ഫോൾഡർ നോക്കി നോക്കാം, ചില സമയത്താണ് കൺഫ്യൂഷൻ ആവുന്നത്. സി ഡി സ്പേസ് പാക്ക് കൊടുത്തു. എന്നിട്ട് സോറി ചെറിയ മിസ്റ്റേക്ക് വന്നതാണ്. ജാവ സി സ്പേസ് P1 ഡോട്ട് ജാവ കൊടുത്തു. ഓക്കെ, എററില്ല. അത് നേരത്തെ എറർ വരാൻ കാരണം നമ്മൾ ഡോട്ട് ജാവ കൊടുക്കാത്തതുകൊണ്ടാണ്. സോറി, നേരത്തെ എറർ വന്നതാണ്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, ഈ ഫോൾഡറിൽ നിന്ന് എക്സിറ്റ് ആവുക. എന്നിട്ട് നമ്മളുടെ ഫോൾഡറിന് പുറത്ത് സേവ് ചെയ്ത P2 എന്നുള്ള ക്ലാസ് ഇല്ലേ, ജാവ സി സ്പേസ് P2 ഡോട്ട് ജാവ ചെയ്യാം. അപ്പോൾ അതിൽ ഒരു ബ്രാക്കറ്റിൻ്റെ മിസ്റ്റേക്ക് ഉണ്ട്, അത് നമുക്ക് കറക്റ്റ് ചെയ്യാം. എവിടെയാണ്, ഇവിടെ ഒരു ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ടില്ല. ഓക്കെ, ഫയലിൽ സേവ് ചെയ്തു. ഓക്കെ, ഇനി വീണ്ടും കമ്പൈലേഷൻ ചെയ്യാം. അപ്പോൾ എറർ പോയിട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ റൺ ചെയ്യുക ജാവ സ്പേസ് P2. അപ്പോൾ റിസൾട്ട് 7 വരുന്നത് കണ്ടോ, എങ്ങനെയാണ് വന്നതെന്ന് മനസ്സിലായോ? നമ്മൾ മറ്റേതിന് എന്താ കൊടുത്തിട്ടുണ്ട്, P1 എന്നുള്ള ക്ലാസ്സിൽ നമ്മൾ എന്താ കൊടുത്തിട്ടുണ്ടായത്, എക്ക് 3യും ബിക്ക് 4ഉമാണ് കൊടുത്തത്. അതിൻ്റെ ഓപ്പറേഷൻ നമ്മളിവിടെ ചെയ്തത്, പക്ഷെ ആക്സസ് ചെയ്തിരിക്കുന്നത് പുറത്തുള്ളതാണ് ചെയ്തിരിക്കുന്നത്. ഇത് തന്നെയാണ് നമ്മുടെ സിസ്റ്റം ഡിഫൈൻഡ് പാക്കേജസിൽ നടക്കുന്ന പ്രോസസ്സ്. പക്ഷെ അത് നമുക്ക് കാണുന്നില്ല. ഇത് യൂസർ ഡിഫൈൻഡ് ആയതുകൊണ്ട് നമ്മളിങ്ങനെ ചെയ്തിരിക്കുന്നു. എങ്ങനെയാണ് ചെയ്തത് ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ എങ്ങനെയാണ് പറയേണ്ടത്, നമ്മൾ ആദ്യം ഒരു നോട്ട് പാഡിനകത്ത് നമുക്ക് എന്താണോ പാക്കേജ് ക്രിയേറ്റ് ചെയ്യേണ്ടത്, ആ പാക്കേജ് എന്നുള്ള കീവേഡ് സ്പേസ് ആ പാക്കേജിൻ്റെ പേര്, നമുക്കിഷ്ടമുള്ള പേര് കൊടുക്കാം. എന്നിട്ട് സെമിക്കോളൻ ഇട്ട് കഴിഞ്ഞാൽ പാക്കേജ് ക്രിയേഷൻ നടന്നു. എന്നിട്ട് അതിനകത്ത് നമുക്ക് വേണ്ട ഒരു ക്ലാസ് ചെയ്യുമ്പോൾ എന്താ ചെയ്യേണ്ടത്, പബ്ലിക് എന്ന കീവേഡ് കൊടുത്തിട്ട് ചെയ്യുക. എങ്കിൽ മാത്രമേ നമുക്ക് ഔട്ട്സൈഡ് അല്ലെങ്കിൽ ആ പ്രോഗ്രാമിൻ്റെ എവിടെ വേണമെങ്കിലും ആക്സസ് ചെയ്യാൻ പറ്റണം എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അങ്ങനെ ആക്സസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടെങ്കിൽ നമ്മൾ പബ്ലിക് എന്ന കീവേഡ് കൊടുത്തിട്ട് നമ്മളൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യാം. ഇതിൽ ജസ്റ്റ് ഒരു ക്ലാസ് മാത്രം ക്രിയേറ്റ് ചെയ്തിട്ട് ഈ പാക്ക് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്യുക. പാക്ക് എന്നുള്ള ഫോൾഡർ ക്രിയേറ്റ് ചെയ്തിട്ട് അതിലേക്ക് P1 ഡോട്ട് ജാവ എന്ന് പറഞ്ഞ് സേവ് ചെയ്യാം. ഓക്കെ, ഇനി അതിന് ശേഷം അടുത്ത നോട്ട് പാഡിനകത്ത് വേറൊരു ക്ലാസ് ക്രിയേറ്റ് ചെയ്യുക. അതിനകത്ത് ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഈ പാക്ക് എന്നുള്ള അതിനകത്ത് നമ്മൾ പാക്കിനകത്ത് നമ്മൾ സേവ് ചെയ്തിട്ടുള്ള, അതായത് അതിനകത്ത് നടത്തിയിരിക്കുന്ന ഓപ്പറേഷൻ നമുക്ക് ഡിസ്പ്ലേ തരണം, അല്ലെങ്കിൽ അതും ഈ ക്ലാസ്സും കൂടെ കണക്ട് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ഈ പാക്കേജിനെ ഇമ്പോർട്ട് ചെയ്യുക. അതിന് കൊടുക്കുന്ന സ്റ്റേറ്റ്മെൻറ്റാണ് ഇമ്പോർട്ട് പാക്കേജ് ഡോട്ട് സ്റ്റാർ എന്ന് പറയുന്നത്. ഓക്കെ, ഇമ്പോർട്ട് പാക്കേജ് ഡോട്ട് സ്റ്റാർ എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ ഈ പർട്ടിക്കുലർ പാക്കേജിനകത്ത് നമ്മൾ സേവ് ചെയ്ത ക്ലാസ്സിനെ എങ്ങോട്ട് ആക്സസ് ചെയ്യാൻ പറ്റും, ഇതിനകത്തേക്ക് ആക്സസ് ചെയ്യാൻ പറ്റും. അപ്പോഴാണ് നമുക്ക് ഈ .k.add_off എന്ന് പറയുമ്പോൾ കൺട്രോൾ പാസ് ചെയ്യുന്നതും ഈ ഓപ്പറേഷൻ്റെ ഔട്ട്പുട്ട് നമുക്ക് ഡിസ്പ്ലേ ആവുന്നതും. ഓക്കെ, അപ്പോൾ ഇത് സേവ് ചെയ്യേണ്ടത് പാക്ക് എന്നുള്ള ഫോൾഡറിനകത്തേക്കാണ്. ഈ ക്ലാസ് സേവ് ചെയ്യേണ്ടത് നമ്മൾ എവിടെയാണോ സേവ് ചെയ്യുന്നത് അവിടെയാണ് സേവ് ചെയ്യേണ്ടത്. ഓക്കെ, മനസ്സിലായോ? ഇനി അതിൻ്റെ കമ്പൈലേഷൻ സെക്ഷൻ വരുമ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം, ആ ഫോൾഡർ ഓപ്പൺ ചെയ്യണം. കണ്ടോ, CD സ്പേസ് പാക്ക് എന്ന് പറഞ്ഞിട്ട് ആ ഫോൾഡർ ഓപ്പൺ ചെയ്തിട്ട് അതിനെ കമ്പൈൽ ചെയ്യണം. ജാവ സി സ്പേസ് P1 ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് കമ്പൈൽ ചെയ്യണം. കമ്പൈൽ ചെയ്തതിന് ശേഷം നമ്മൾ ആ ഫോൾഡറിൽ നിന്ന് എക്സിറ്റ് ആവണം. ഫോൾഡറിൽ നിന്ന് എക്സിറ്റ് ആവാൻ CD ഡോട്ട് എന്ന് പറഞ്ഞാൽ ആ ഫോൾഡറിൽ നിന്ന് എക്സിറ്റ് ആവും. എന്നിട്ട് അടുത്തത് നമ്മൾ ചെയ്യേണ്ടത്, നോർമലായിട്ട് നമ്മൾ ചെയ്ത പ്രോഗ്രാമില്ലേ മെയിൻ ഫങ്ഷൻ വെച്ചിട്ട്, അത് ജാവ സി P2 ഡോട്ട് ജാവ എന്ന് പറഞ്ഞിട്ട് കമ്പൈൽ ചെയ്യുക. എറേഴ്സ് ഇല്ലാണ്ടായി കഴിഞ്ഞാൽ റൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കണ്ടോ റിസൾട്ട് വരുന്നത് 7 എന്നുള്ള റിസൾട്ട് വന്നു. ഇങ്ങനെയാണ് ഒരു പാക്കേജിൻ്റെ പ്രോഗ്രാം നമ്മൾ ചെയ്യുക. ഓക്കെ.